നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതിൽ 227-ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സംഖ്യാജ്യോതിഷത്തിനെ പറ്റിയുള്ള, നേരത്തെ ഞാൻ ആദ്യമൊക്കെ കുറേ എപ്പിസോഡ് സംഖ്യാജ്യോതിഷത്തിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ടതും ഈ വിവാഹത്തിന് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് അനുകൂല ദിവസങ്ങൾ ഇതിൽ നിന്ന് ഞാൻ പറയുന്നുണ്ട് ഓരോന്ന്. അതുപോലെ മാരേജിനും ഏതൊക്കെ ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ട്. അതൊക്കെ ആകുമ്പോൾ വളരെ പ്രശ്നമില്ലാതെ മാരേജും ഒക്കെ മാരേജ് ലൈഫും കടന്നു പോകും. അതുപോലെ തന്നെ ജോലി കിട്ടുന്ന കാര്യങ്ങളും അതെല്ലാം ആ ഡേറ്റ് ഒക്കെ അനുകൂലമായ ഡേറ്റിലൊക്കെ നോക്കി നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതനുസരിച്ച് നമുക്ക് ഓരോ പ്രയോജനങ്ങളുണ്ടാവുകയും ചെയ്യും. അതാണ് ലക്കി നമ്പർ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് 1 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കുമല്ലോ നമ്മൾ ജനിച്ചത്. അപ്പോൾ ഇപ്പം 1 മുതൽ 9 വരെയുള്ള നമുക്കറിയാം, അത് 9 വരെ 9 നമ്പർ വരെ ഉണ്ട്. അത് കഴിഞ്ഞ് 10 വരുമ്പോൾ അത് വീണ്ടും 1 മാറും. 1 + 0 = 1. അങ്ങനെ അങ്ങോട്ട് 31 വരെ 3 + 1 4 വരെ, അതായത് 9 കഴിഞ്ഞാൽ പിന്നെ 31 വരെയുള്ളത് ഒറ്റ സംഖ്യയാക്കി അങ്ങനെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുന്നത്. ഈ സംഖ്യാജ്യോതിഷത്തിൽ എടുക്കുന്നത് അങ്ങനെ ഏത് നമ്പറാണ് നമ്മളെന്ന് അറിയാൻ വേണ്ടി, അതായത് നമ്മുടെ ലക്കി നമ്പർ ഏതെന്ന് അറിയുന്നത് അങ്ങനെയാണ്. പിന്നെ ഡെസ്റ്റിനി നമ്പർ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിലെ അതായത് ഡേറ്റ്, മന്ത്, ഇയർ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു നമ്പർ കിട്ടും, ഒറ്റ നമ്പർ. അതിനെയാണ് ഡെസ്റ്റിനി നമ്പർ എന്ന് പറയുന്നത്. അതിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ ഒരു എപ്പിസോഡിൽ ഇടാം. ഇപ്പോൾ ഈ സംഖ്യാജ്യോതിഷത്തിൽ ഉള്ള ഈ ലക്കി നമ്പറിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനകത്തുള്ള നമുക്കുള്ള ഇഷ്ടമുള്ള കളറ്, ദിവസം, പിന്നെ മാരേജിന് ഏത് നമ്പറൊക്കെ എടുക്കാം, ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യത്തേത് നമ്പർ 1 ആണ് ആദ്യം. അവർ ഈ പ്രാർത്ഥിക്കേണ്ട ഇതും ഹിന്ദു മിത്തോളജി അനുസരിച്ചുള്ള ഇതാണ് ഞാൻ പറയുന്നത്. ഇവർ പ്രാർത്ഥിക്കേണ്ടത് പരമശിവനോടാണ്, അതായത് നമ്മുടെ പരമശിവൻ മഹാദേവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. 1 പറയുന്ന നമ്പർ വരുന്നവർ മഹാദേവനെയാണ് അവരുടെ ഇഷ്ട ദൈവമായിട്ട് എടുക്കേണ്ടത്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമാണ് അവർ ജപിക്കേണ്ടതെന്നാണ് പറയുന്നത്. അത് ഗുരുവിൽ നിന്ന് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ സ്വയം മന്ത്രം ചൊല്ലിയിട്ട് കാര്യമില്ല, ഗുരുവിൽ നിന്ന് അത് സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അവരുടെ നിറം എന്ന് പറയുന്നത് മഞ്ഞ, യെല്ലോ കളറാണ് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കളർ. പിന്നെ ചേരുന്ന ഡേറ്റുകൾ എന്ന് പറയുന്നത് 1, 10, 19, 28 ഈ ഡേറ്റുകളൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസമായിരിക്കും. പിന്നെ ഡേ എന്ന് പറയുന്നത് ഞായറാഴ്ച ആയിരിക്കും അനുകൂലമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത്. പിന്നെ മാരേജിന് അവർക്ക് 4, 8, 2, 7 ഈ നമ്പർ വരുന്നവരെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവരെ അവർക്ക് സ്വീകരിക്കാം. 1 അവർക്ക് ചേർത്തില്ലെന്നാണ് പറയുന്നത്. അതായത് 1 നമ്പറുള്ളവർക്ക് 1 നമ്പറുള്ള സ്ത്രീക്ക് 1 നമ്പറുള്ള പുരുഷനോ, അല്ലെങ്കിൽ 1 നമ്പറുള്ള പുരുഷന് 1 നമ്പറുള്ള സ്ത്രീയോ ചേരത്തില്ലെന്ന് ആണ് സംഖ്യാജ്യോതിഷം പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്പർ 2 ആണെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മി. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വലിയ ഭാവനാ സമ്പന്നരായിരിക്കും എന്ന് പറയുന്നുണ്ട്. സ്വപ്നത്തിൽ കൊട്ടാരം വയ്ക്കുന്ന ആളുകളായിരിക്കും ഈ നമ്പർ 2 ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ നിറം എന്ന് പറഞ്ഞാൽ പച്ച, അനുകൂല കളർ എന്ന് പറഞ്ഞാൽ പച്ച. ചേരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 7, 25, 1, 19, 3, 12 ഇങ്ങനെയാണ് അവരുടെ ചേരുന്ന ഡേറ്റുകൾ പോകുന്നത്. ഡേറ്റ് അനുകൂലമായിട്ടുള്ള ഡേറ്റുകൾ. ദിവസം അവർക്ക് അനുകൂല ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച. പിന്നെ മാരേജിന് അവർ എടുക്കേണ്ടത് 1, 3, 4 എടുക്കാം. 1, 3, 4 8 പോസിറ്റീവ് അല്ലെന്നോ നെഗറ്റീവാണ്. 8 ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ആളുകളെ അവരെടുക്കാൻ പാടില്ല. അതായത് 2ാം നമ്പറുകാർക്ക് 8 ചേരുന്നതല്ലെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ചേരുന്നത് 1, 3, 4 ചേരാത്തതാണ് 8. ഈ നമ്പർ 3 അവർ പ്രാർത്ഥിക്കേണ്ടത് ദക്ഷിണാമൂർത്തിയാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ പരമശിവൻ എന്ന വേറെ രൂപം.
അത് ചില അമ്പലങ്ങളൊക്കെ ഉണ്ട്, ദക്ഷിണാമൂർത്തി ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെയാണ് അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് അവസരം കിട്ടുമ്പോൾ പോകേണ്ട സ്ഥലം. ഇനി ഒരു മാന്യമായ വസ്ത്രം ധരിക്കുന്നവരായിരിക്കും എന്ന് പറയുന്നുണ്ട്. അവർക്ക് ധാരാളം കൂട്ടുകാരും ഉണ്ടായിരിക്കും ഈ നമ്പർ 3 ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവർക്ക്. പിന്നെ അവർക്ക് നിറം എന്ന് പറയുന്നത് താമരയുടെ നിറമാണ് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. പിന്നെ വിവാഹത്തിന് അവർ എടുക്കേണ്ട പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരെന്ന് പറഞ്ഞാൽ 2ഉം 9ഉമാണ്. 2ഉം 9ഉം. 6 പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർ, അതായത് 6 ഡേറ്റായിട്ട് വരുന്ന ആളുകളെ എടുക്കാൻ പാടില്ല. 6 പറയുന്നത് 2ഉം 9ഉം എടുക്കാം. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫേവറബിളായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്, വ്യാഴം. പിന്നെ അതിൽ ഡേറ്റ്സ് എന്ന് പറയുന്നത് 3, 12, 21, 30, 9, 27 ഈ ഡേറ്റ്സൊക്കെ അവർക്ക് അനുകൂലമാണ്. അത് നമ്പർ 4 ആണെങ്കിൽ ഇവർ പ്രാർത്ഥിക്കേണ്ടത് ശ്രീ ഗണേശനെ, മഹാഗണപതിയാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്ത്രീകൾക്ക് പറ്റിയ നമ്പറല്ല ഇതെന്നൊരു അഭിപ്രായമുണ്ട് ഈ 4 എന്ന് പറയുന്നത്. കാരണം അവർ കഠിനമായിട്ട് അധ്വാനിക്കേണ്ടി വരും. എവിടെ പോയാലും അവർ വീട്ടിലായാലും എവിടെ പോയാലും അവർ ഒരുപാട് കഠിനാധ്വാനികളായിട്ട് നിൽക്കേണ്ടിയും വരും. അതുപോലെയുള്ള പ്രയോജനം അവർക്ക് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നിറം, പിന്നെ ഭാഗ്യം നിറം എന്ന് പറഞ്ഞാൽ ലൈറ്റ് യെല്ലോ, ഇളം മഞ്ഞ നിറമാണ്. അനുകൂല ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1, 10, 19, 2, 11, 20 ഇങ്ങനെയാണ് അവരുടെ അനുകൂല ഡേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡേ അവർക്ക് ഫേവറബിളായിട്ടുള്ള ഡേ എന്ന് പറഞ്ഞാൽ സൺഡേയാണ്, ഞായറാഴ്ച. അതുപോലെ മാരേജ് അവർക്ക് എടുത്തുകൂടാത്തത് 8ആണ്. 8 എടുത്തുകൂടാ. എടുക്കാവുന്നത് 1ഉം 2ഉം 6ഉമാണ് എടുക്കാവുന്നത്. 1ഉം 2ഉം 6ഉം. ഇനി നമ്പർ 5 ഇവർ പ്രാർത്ഥിക്കേണ്ടത് മഹാവിഷ്ണുവിനോടാണെന്നാണ് സംഖ്യാജ്യോതിഷത്തിലും പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഭാരതീയ സംഖ്യാജ്യോതിഷമാണ്. അതാണ് മഹാവിഷ്ണുവിനോടാണ് ഈ നമ്പർ 5 പേർ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ അവർക്ക് നിറം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്ലൂ, ഇളം നീല നിറം, ലൈറ്റ് ബ്ലൂ. അതുപോലെ ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അനുകൂല ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2, 14, 23 ഇവ ആയിരിക്കും. പിന്നെ ഡേ എന്ന് പറയുന്നത് വെനസ്ഡേ, ബുധനാഴ്ചയാണ് അവർക്ക് ഫേവറബിളായിട്ടുള്ള ദിവസം. മാരേജ് എന്ന് പറയുന്നത് അവർക്ക് എടുക്കാവുന്നത് 9 മാത്രമേ എടുക്കാവൂ. 9 ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവരെ മാത്രമേ എടുക്കാവൂ. 6 എടുക്കാൻ പാടില്ല. എടുക്കാവുന്നത് 9ഉം എടുത്തുകൂടാത്തത് 6ഉം. ഇനി നമ്പർ 6 എന്ന് പറയുന്നത് ഇവർ പ്രാർത്ഥിക്കേണ്ടത് മഹാലക്ഷ്മിയോടാണ്. അവർക്ക് പിന്നെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ് അവരുടെ കളർ, ലക്കി കളർ. പിന്നെ ലക്കി ഡേ എന്ന് പറയുന്നത് ഫ്രൈഡേയാണ്. പിന്നെ മാരേജ് അവർക്ക് 6 നമ്പറുകാരെ എടുക്കാം, 9 നമ്പർ എടുക്കാം. 6 നമ്പറുകാർക്ക് 6ഉം 9ഉം എടുക്കാം. പക്ഷേ 3 എടുത്തുകൂടാ. 3 എന്ന് പറയുന്നത് മാരേജിന് എടുത്തുകൂടുന്നതാണ്, ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തുകൊണ്ടാണ് സംഖ്യാജ്യോതിഷം പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അനുകൂല ഡേറ്റ്സ് എന്ന് പറയുന്നത് 6, 15, 24, 9, 27 ഇവയാണ്. നമ്മൾ പറയാം 6, 15, 24, 9, 27 ഇവയാണ്. പിന്നെ നമ്പർ 7 എന്ന് പറയുന്നത് ഇവർ പ്രാർത്ഥിക്കേണ്ടത് ഗണേശനെ വരും. 7 നമ്പറുകാർ. അവരുടെ പിന്നെ ഭാഗ്യ നിറം എന്ന് പറയുന്നത് വെള്ള, വൈറ്റാണ്. പിന്നെ ഫേവറബിൾ ഡേറ്റ്സ് എന്ന് പറയുന്നത് 7, 25, 1, 10, 19, 2, 11, 20 ഇങ്ങനെയാണ്. നമ്മൾ പറയാം 7, 25, 1, 10, 19, 2, 11, 20 ഇത്രയാണ്. പിന്നെ മാരേജ് ഇവർക്ക് 2 മാത്രമേ എടുക്കാവുന്നതാണ്. ഈ 7 നമ്പറുകാർക്ക് ഫേവറബിളായിട്ടുള്ളത് ഡേറ്റ് ഓഫ് ബർത്തുകാരെന്ന് പറയുന്നത് 2 മാത്രമേ ഉള്ളൂ. 2, 8 ഒരു കാരണവശാലും എടുക്കരുതെന്നാണ്. 8ൻ്റെ അതായത് 8-ാം തീയതി ജനിച്ചവരോ 17-ാം തീയതി ജനിച്ചവരോ അങ്ങനെയുള്ളവരെയൊന്നും ഈ പിന്നെ നമ്പർ 7 എടുക്കാൻ പാടില്ല വിവാഹത്തിന്. അതിന് നമ്പർ 8 എന്ന് പറയുന്നത് ഇവർ പ്രാർത്ഥിക്കുന്നത് ശ്രീ പരമശിവനോടാണ്. പരമശിവനോട് വേണം പ്രാർത്ഥിക്കാനെന്നാണ് ഈ സംഖ്യാജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശബരിമലയ്ക്ക് പോകുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇവർ നമ്പർ 8ഉം കൂടെ ആയതുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്നത് വളരെ നല്ലതാണെന്നും പറയുന്നുണ്ട്. പിന്നെ അവരുടെ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് യെല്ലോയാണ്, ലൈറ്റ് യെല്ലോ, ഇളം മഞ്ഞ നിറം. പിന്നെ മാരേജിന് അവർക്ക് 1 മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എടുത്തുകൂടാത്തതാണ് 6ഉം 3ഉം. 6ഉം 3ഉം എടുത്തുകൂടാ. 8ന് എടുക്കാവുന്നത് 1 മാത്രമാണ്. 6ഉം 3ഉം എടുത്തുകൂടാ. എടുക്കാവുന്നത് 1 മാത്രം. പിന്നെ അവർക്ക് അനുകൂലമായ ഡേറ്റ്സ് എന്ന് പറയുന്നത് 1, 10, 19, 9, 28 ഇങ്ങനെയാണ്. പിന്നെ ഇവർ പ്രാർത്ഥിക്കേണ്ടത് അടുത്ത നമ്പർ 9
ഇവർ പ്രാർത്ഥിക്കേണ്ടത് മുരുകസ്വാമി. ആ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റെഡാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള കളർ. അവർക്ക് അനുകൂലമായ ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്, ചൊവ്വാഴ്ചയാണ്. അപ്പം കളറ് ലൈറ്റ് റെഡും, അനുകൂല ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച. പിന്നെ ഈ ഡേറ്റ്സ് എടുക്കാവുന്ന ഡേറ്റ്സ് എന്ന് പറയുന്നത് അനുകൂലമായിട്ടുള്ള ഡേറ്റ്സ് 3, 12, 21, 30, 6, 15, 21, 9, 27, 5, 14, 23. ഒരുപാട് ദിവസമുണ്ട്. നമ്മൾ പറയാം 3, 12, 21, 30, 6, 15, 21, 9, 27, 5, 14, 23. ഇതെല്ലാം ഫേവറബിൾ ഡേറ്റ്സ്. അവർക്ക് ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മത്സര കാര്യങ്ങൾ എന്തെങ്കിലും ആയാലും പോസിറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും വേണം എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി പോകുന്ന ദിവസം ഈ ദിവസമായിട്ട് സെലക്ട് ചെയ്യണം. ഈ ഡേറ്റ്സിൽ പോയാൽ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. പിന്നെ മാരേജിന് അവർ 3, 5, 6 ഇത് 3 എടുക്കാവൂ. നമ്പർ 9 എടുക്കേണ്ട ഡേറ്റ് ഓഫ് ബർത്തുകാരെന്ന് പറഞ്ഞാൽ 3, 5, 6 ഇവർ 3 വരെയാണ് എടുക്കേണ്ടത്. 2 ഒരു കാരണവശാലും എടുക്കരുതെന്നും പറയുന്നു. ഇതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളത് എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ബോംബെയിലൊക്കെ ഉള്ള ഒരുപാട് എൻ്റെ മകളുടെ കെയർ ഓഫിലൊക്കെ ഉള്ള ഫ്രണ്ട്സുണ്ട്. അവരൊക്കെ പലരും സംഖ്യാജ്യോതിഷത്തിൻ്റെ ഞാൻ നോക്കി വിവാഹം കഴിച്ചിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് സംഖ്യാജ്യോതിഷം നിസ്സാരമായിട്ട് തള്ളേണ്ട, എല്ലാം നല്ല രീതിയിലുള്ള ഒരു ശാസ്ത്രം തന്നെയാണ് സംഖ്യാജ്യോതിഷം. ഇത് പിന്നെ നമ്മുടെ ഭാരതീയ ജ്യോതിഷം കൂടെ ചേർത്തുള്ളതാണെന്നുള്ളതേ ഉള്ളൂ. വെസ്റ്റേൺ പിന്നെ ന്യൂമറോളജി വേറെ ഉണ്ട്. അത് ഞാൻ ഇനി വേറൊരു അവസരത്തിൽ ആ ഒരു എപ്പിസോഡ് ഇടും. നന്ദി, നമസ്കാരം.